പറയാനോ അല്ല, ഇന്നലെയും കൂടെ ഞാൻ അമ്മേന്റെ അടുത്ത് പറഞ്ഞുള്ളൂ മോളെ പിടിച്ച് കിടക്കാലോ, മോളെ പിടിച്ച് കിടക്കാലോ. നിന്ന് ചെല്ലുമ്പോ അറിയാം പുള്ളിക്കാരത്തിന്റെ അവസ്ഥ എന്താ. ബോധം കെട്ട് വീഴുന്നാണ് ഞാൻ. എനിക്ക് പ്രഷർ കയറും അമ്മയ്ക്ക്, ഉറപ്പാണ് അമ്മയ്ക്ക് എന്തായാലും പ്രഷർ കയറും. ഞാൻ അച്ഛനോട് പിടിക്കാൻ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? അല്ല, അച്ഛന് പിന്നെ ഒരു ന്യൂട്രൽ ടോൺ ആയിരിക്കും എനിക്ക് തോന്നുന്നു പിന്നെ. പക്ഷെ മേബി ഒരു അമ്മയ്ക്കും നമ്മുടെ അമ്മയ്ക്കും രണ്ടമ്മമാർക്കും സ്ട്രെസ് ആവും, ഉറപ്പാണ് സ്ട്രെസ് ആവും, എനിക്ക് ഉറപ്പാണ്. നോക്കാം, കാണാൻ നോക്ക്. കാണാൻ തോന്നുന്നേ ടെൻഷൻ. അമ്മേന്റെ അച്ഛൻ രണ്ടമ്മമാരുടെ ഫേസ് കാണുന്ന എനിക്ക് ഇപ്പോഴേ ടെൻഷനാ. ഇതല്ലേ പറഞ്ഞത് ജയേഷ് വരുന്നുണ്ട്. എല്ലാരും ഞെട്ടിപ്പോയി. ഇവരാരും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ അമ്മാതിരി സർപ്രൈസ് കൊടുത്തു. ആൻഡ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും നുണകൾ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇവർക്കാണെങ്കിൽ കണ്ണൻ എവിടെ പോയി, അല്ല കണ്ണനല്ല, ഞങ്ങൾ ആക്ച്വലി പറഞ്ഞ ജയേഷ് വരുന്നുണ്ട്, അതുപോലെ ഫ്രണ്ട് വരുന്നുണ്ടെന്നാണല്ലോ. അപ്പൊ ഇവര് വന്നിട്ട് എവിടെ പോയി, എവിടെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവരിങ്ങനെ കൊയിലാണ്ടി വന്നെന്നാണ് ഇവരുടെ വിചാരം. പക്ഷെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരണം എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. എയർപോർട്ട് 2 hours ഫ്രം ഹിയർ. അപ്പൊ ആ 2 മണിക്കൂർ ലേറ്റ് ആവും. അപ്പൊ അതൊക്കെ പറയണം. നുണ പറഞ്ഞ് ഷൂട്ട് ചെയ്യുന്നതിന്റെ നുണ പറഞ്ഞ് ഞാൻ പറഞ്ഞു കണ്ണനെ വിളിക്കണ്ട, കണ്ണൻ ഉറങ്ങിക്കോട്ടെ, അവനൊന്ന് ലീവല്ലേ. ഇതിലേതൊക്കെയാ പറിക്കണ്ടേന്ന് നമ്മളെങ്ങനെയാ അറിയാ? അച്ഛ ഇതിലേതാ പറിക്കുക? ഞാനിപ്പോ ഓരോന്ന് വിധം പറിച്ചേനെ ഗൈസ്. ഈ ഒരു കൊല ഒരുമിച്ച് പറിക്കണോ? എന്റെ അമ്മേ, ഇത് വിചാരിച്ച പോലെ എളുപ്പമല്ലല്ലോ. ഞാൻ വിചാരിച്ചു പറിക്കുന്നൊക്കെ സിമ്പിൾ ജോബാണെന്ന്. അല്ല ഗൈസ്, പിന്നെ ഇതോ? ഓ ഇതോ? ഇത് എന്നെ കൊണ്ടൊന്നും പറ്റില്ലാന്ന് തോന്നുന്നു. ആക്ച്വലി അച്ഛൻ ഒരെണ്ണം കാണിച്ചു തരും, എന്നിട്ട് ഞാൻ അടുത്തത് ചെയ്യാം. സിമ്പിളാണ്. ടെക്നിക്ക് അറിഞ്ഞാൽ എല്ലാം സിമ്പിളാണ് ഗൈസ്. പക്ഷെ ടെക്നിക്ക് അറിയാതിരുന്നാൽ നമ്മളിങ്ങനെ ഒരു അരമണിക്കൂർ ഇതേ ചുറ്റിയിരിക്കും. സോ സിമ്പിൾ. ഇതാണ് ഞാൻ അരമണിക്കൂർ അവിടെ കിടന്ന് ഗുസ്തി പിടിച്ചത്. കാണാൻ പറയുന്നുണ്ട് മുറുക്കാനായതെന്ന്. മുറുക്കറുണ്ട് വെൽറ്റിനെ ബാക്കൊക്കെ. ഇന്ന് എത്രാമത്തെയോ ഡേ, പ്രോബബ്ലി 6th ഡേ നമ്മൾ നാട്ടിൽ വന്നിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് 2 സെറ്റ് പനി കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് ആരോഗ്യം വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അച്ഛൻ്റെ നാട്ടിൽ കണ്ണൂർ, മട്ടന്നൂർ, ചാവശ്ശേരി വന്നതാണ്. അപ്പം നമ്മൾ നമ്മുടെ തറവാട്ട് ക്ഷേത്രത്തിൽ വന്നത്. എത്രയോ നാളായി ഞാൻ ഇവിടേക്ക് വന്നിട്ട്. എനിക്ക് ഓർമ്മയില്ല ഇത് എപ്പോഴാണ് വന്നതെന്ന്. ആക്ച്വലി കല്യാണത്തിന് മുന്നേ, കല്യാണം കഴിഞ്ഞ് ഒന്ന് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഭയങ്കര ഇന്നർ പീസ് ഫീൽ ചെയ്യുന്നു. കുറേ കാലമായി ഫീൽ ചെയ്യാത്ത ഒരു സമാധാനം, പണ്ടത്തെ ഓർമ്മകളും അച്ഛനും അമ്മയും കണ്ണ്. ഇതായിരുന്നു നമ്മുടെ ക്ഷേത്രം. ഇവിടെ വയനാട്ട് കുലവനാണ്. എന്നിട്ടിവിടെ തെയ്യവും തെറയും രാത്രി മൊത്തം നമ്മളിങ്ങനെ ഉറക്കൊളിച്ച് തെറയൊക്കെ കാണുമായിരുന്നു. കസിൻസൊക്കെ അന്ന് എല്ലാവരും കുട്ടികളല്ലേ, ഫുൾ അടി ഉണ്ടാക്കലും ബഹളവും. അപ്പം എല്ലാവരും പല വഴിക്കായി, ആരെയും കാണുന്നില്ല. ഞാൻ അറ്റൻഷൻ സ്റ്റാൻഡേർഡ് ടീസ്, അറ്റൻഷൻ സ്റ്റാൻഡേർഡ് ടീസ്. ഇവരെല്ലാവരും ക്യാമറയിൽ നോക്കാൻ നാണമുള്ളവരാ. എനിക്ക് മാത്രമാണ് ഇത്. അച്ഛൻ ഇവിടെ വന്നിട്ടും കൂടി ഇല്ല ഇതുവരെ. അച്ഛൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അമ്മ പിന്നെ വന്നിട്ടുണ്ടല്ലേ. എപ്പോഴാ വന്നേ? ഇവിടെ വന്നിനോ? പേടിയാ കേസ്. ഇവരാരും മിണ്ടൂല. മിനിമോളായിരുന്നേ വർത്താനൊക്കെ പറയും. വന്നിട്ടില്ലല്ലോ. വന്നിട്ടില്ല. എന്താ അച്ഛൻ്റെ ഒരു ഓർമ്മ ഇവിടുത്തെ? അച്ഛൻ്റെ ഓർമ്മ അച്ഛൻ കളിച്ചു നടന്ന സ്ഥലമാണ്, ഓടി നടന്ന സ്ഥലമാണ്. ഒരു പ്രാവശ്യം അവിടെയൊക്കെ വിളക്ക് കത്തിച്ചാണ് മുടിയൊക്കെ. അച്ഛൻ്റെ കുട്ടിയിലെ സ്ഥലമാണ്. ഞങ്ങളൊക്കെ പറയാനുള്ളത് മൈക്കിൽ പറയണം.
മൈക്കൻ്റെ നെഞ്ചില. എന്താ നിനക്കെന്താ ഇവിടുത്തെ ഓർമ്മ? എനിക്കെന്താ വെക്കേഷൻസ്, തെയ്യം, പിന്നെന്താ ഐസ്ക്രീം. ഞങ്ങൾക്ക് പണ്ട് ഓർമ്മയുണ്ട്, ഇവിടെ നാട്ടിൽ വരുന്ന സമയത്ത് എല്ലാ മൂത്തച്ഛന്മാരൊക്കെ തെയ്യാകുമ്പോൾ നമുക്ക് പൈസ തരും, 100 രൂപ 200 രൂപ എന്നൊക്കെ. 100 രൂപ വലിയ പൈസയാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ടായിരിക്കും ഇത്ര ഐസ് വാങ്ങിക്കാം, 10 എനിക്ക് 10 ഐസ് വാങ്ങിക്കാം, നിനക്ക് 10 ഐസ് വാങ്ങിക്കാം. എന്നിട്ട് നമ്മൾ രാവിലെ ഒരാളുടെ പൈസ എല്ലാം തീർത്ത് 10 ഐസ് വാങ്ങിക്കും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം അടുത്ത ആളുടെ പൈസ തീർത്ത് അടുത്ത ഐസ് വാങ്ങിക്കും. ഈ അന്നത്തെ ഒരു പാലൈസിന്റെ ഉള്ളിൽ സേമിയ ഇട്ടിട്ടുള്ളൊരു സാധനമാണ് ഐസ് തിന്നതിന്. ഇപ്പൊ അന്നൊക്കെ എത്ര ഐസ് തിന്നായിരുന്നു. ഇപ്പോൾ ഒരു ഐസ് തിന്നാൽ തൊണ്ടവേദന, ജലദോഷം, പനി. അമ്മ പോവാന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര തിരക്കാണ് കേസ്, ഒന്നും ആസ്വദിക്കാനുള്ള സമയമില്ല. ഇവിടെയാണ് മറ്റേ കനലിൽ കൂടെ തീയൊക്കെ ഓടുന്ന സ്ഥലങ്ങളുണ്ട്. തീ ഓടുന്നതല്ല, കനലിന്റെ ഉള്ളിൽ കൂടെ ഓടും. കനലിന്റെ ഉള്ളിൽ കൂടെ ഓടും. പിന്നെ കുറെ സമൂസ തിന്നിട്ടുണ്ട്. ഞാൻ കുറെ സമൂസ തിന്നത് ഇവിടെ നിന്നാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സമൂസ തിന്ന സ്ഥലം. ഫുഡിന്റെ ഓർമ്മകളാണ് എനിക്ക് ഇവിടെ. പിന്നെ കുറെ കളിപ്പാട്ടം, അതൊക്കെയാണ് ഗൈസ്. പിന്നെ കസിൻസ് എല്ലാവരും കൂടെ ഇരട്ട പേര് വിട്ടിട്ട് കുറെ പേരെ കളിയാക്കുന്നു. ആ ചേച്ചീനെ കുറെ കളിയാക്കിയ സ്ഥലമാണിത്. കുളിക്കാത്ത ചേച്ചി. അതൊന്നും ഇവിടെ പറയണ്ടായില്ല. പപ്പ നിന്നെ കൊള്ളയാ, നിന്നെ കൊള്ളയെന്ന് എന്തൊക്കെയാ ഞാൻ പറയുന്നത്.